നമസ്തേ, പ്രീതാസ് ഗലറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് 2 തരം പച്ചടികളാണ്. എന്നാൽ രണ്ടിൻ്റെയും ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റുമാണ്. വളരെ എളുപ്പമാണ് ഇനി ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ 2 പച്ചടികളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം നല്ല പഴുത്ത ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരും തോടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. മത്തങ്ങ പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചട്ടിയിലാണ് വെച്ചിട്ടാണ്. ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക്. ആ ചട്ടിയിലേക്ക് ഞാൻ ഈ മത്തങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 or 3 കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മുളക് നിങ്ങൾക്ക് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തോളൂ. ഞാൻ ഒന്നും കൂടി വേണം തോന്നിയിട്ട് ഒന്നും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം ആവരുത്, കാരണം മത്തന് വേവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നേരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി അവിടെ സ്റ്റൗവ് കത്തിച്ചിട്ടുണ്ട്. ആ കത്തിച്ച സ്റ്റൗവിലേക്ക് ഞാൻ ഈ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മത്തങ്ങ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കയ്യിന് 2 പിടി, അത്യാവശ്യം വലിയ 2 പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുകും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തൈര് ചേർത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. ഒരു തീരെ പുളിയില്ലാത്ത തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇപ്പം മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേവാൻ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ കഷ്ണമാണെങ്കിൽ മത്തങ്ങ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഈ ശർക്കരപ്പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ. ഇനി ശർക്കര ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. ശർക്കരപ്പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ചട്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മത്തങ്ങയും പച്ചമുളകൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഉടച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയും കടുകും കറിവേപ്പിലൊക്കെ ചതച്ച് വെച്ചിട്ടില്ലേ, ഈ ചതച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി തൈര് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. ഈ തൈര് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട, അപ്പോൾ വെള്ളം പോലെയും. സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്താൽ മതി. ഇപ്പോൾ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇതുപോലെ ഉപ്പും മധുരമൊക്കെ പാകാൻ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ വെച്ചിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂ. അടുത്ത പച്ചടി ഇതുപോലല്ല, ഇതിലും വേറൊരു ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റാണ്. അടുത്ത പച്ചടി നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിതിലൊരു 20-22 വെണ്ടയ്ക്കോളം ഉണ്ട്. ഇത്ര വെണ്ടയ്ക്ക വേണമെന്നൊന്നുമില്ല പച്ചടി ഉണ്ടാക്കാൻ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ. ഒരു 10 വെണ്ടയ്ക്ക ആയാലും നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാം. ഞാനിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപ്പേരിക്കൊക്കെ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വല്ലാതെ നൈസ് ആവണ്ട, എന്നാൽ വലുപ്പവും വേണ്ട. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പാൻ ഇതേപോലെ ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ,
അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആവുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാലും യാതൊരു കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് ഇത് വറുത്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാതെയും വറുത്തെടുക്കാം, പക്ഷേ ഉപ്പ് ചേർക്കുമ്പോൾ ആ വെണ്ടയ്ക്കയിലൊക്കെ വറുത്ത് വരുമ്പോൾ വെണ്ടയ്ക്കയിലൊക്കെ ഉപ്പ് പിടിക്കില്ലേ, അപ്പം നല്ല ടേസ്റ്റാണ്. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എണ്ണ ഇല്ലാതെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിനറിൽ വെച്ചിട്ട് എണ്ണ ഊറ്റിയിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ ഇല്ലാതെ ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു 2 പിടിയോളം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കഴുകിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളകും കൂടി ഇതിലേക്ക് കഴുകി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചീനിമുളക് ഉണ്ടെങ്കിൽ ഒരു 5-6 ചീനിമുളക് ഇട്ട് കൊടുത്തോളൂ. ചീനിമുളക് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം അരഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് ഇട്ടതിന് ശേഷം ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാനിതാ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് അടിക്കരുത്, മിക്സിയിലിട്ടടിച്ചാൽ വെള്ളം പോലെയാവും. ഇതും ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ച തൈരുണ്ടല്ലോ, ആ തൈരും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തിക്നെസ്സൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എത്രമാത്രം തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തൈരൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ. ഇപ്പം അത് നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. നേരത്തെ താളിച്ച പോലെ തന്നെയാണ്, വീഡിയോ ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇപ്പം ഞാനിതാ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നേരെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. കാരണം നല്ല മുരിഞ്ഞ വെണ്ടയ്ക്കല്ലേ, ഇത് ഇട്ടിട്ട് ആ കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കഴിക്കുമ്പോഴൊക്കെ നല്ല മുരുമുരാന്നുണ്ടാവും. കുറച്ച് നേരം അതിൽ ഇരുന്നിട്ടാണെങ്കിൽ തണുത്തിട്ട് നല്ല സോഫ്റ്റ് ആവില്ലേ, അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇത് അതേപോലെ നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 പച്ചടികളും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.